Come. Ba. Sit. No. എൻ്റെ പേര് നിബിൻ. എൻ്റെ സ്വദേശം കലൂരാണ്, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കലൂര്. എൻ്റെ കയ്യിലുള്ള ഈ ഒരു ബ്രീഡ് സലൂക്കി ബ്രീഡാണ്. മിഡിൽ ഈസ്റ്റ് ആണ് ഇതിൻ്റെ ഒറിജിൻ. ഹണ്ടിങ് പർപ്പസിന് അറബ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബ്രീഡാണ്. റേസ് കാര്യങ്ങളൊക്കെ മിക്കവാറും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അറബ്സ് റേസൊക്കെ നടത്താനുണ്ടല്ലോ, അതിനകത്ത് യൂസ് ചെയ്യണ ഒരു ബ്രീഡാണ് സലൂക്കി. പൊതുവേ ഇവർ സൈലൻ്റാണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പിന്നെ ഒരു പിള്ളേരൊക്കെ ആണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. അങ്ങനെ ഇപ്പം പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഗാർഡിങ് പർപ്പസ് ഉണ്ട്. അതുകൂടാണ്ട് ഇപ്പം മേത്തേക്ക് ചാടി കയറുക, നക്കുക, അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല ഇവരുടെ. പൊതുവേ കുറച്ച് സൈലൻറ്റുമാണ്, എങ്കിൽ അത്യാവശ്യം ഗാർഡിങ്ങും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ്, ലീൻ ബോഡി സ്ട്രക്ചറാണ്. പിന്നെ ലെങ്തി ലെഗ്സ് ആണ്. പിന്നെ വരുന്നത് ഫെദർ, ഇയേഴ്സിൽ ഫെദേഴ്സ് ഉണ്ടാവും. ഒരു സിൽക്കി സ്മൂത്ത് ഹെയർസാണിത്. ഇയേഴ്സിലുണ്ടാവും, പിന്നെ ടെയിലിലുണ്ട്, പിന്നെ 4 ലെഗ്സിൽ ഉണ്ടാവും. ബാക്കി ഫുൾ ബോഡി ഷോർട്ട് ഹെയർ ആണ് ഈ ബ്രീഡിൻ്റെ. പിന്നെ ഭയങ്കര ഫുഡി അല്ല, ഒരുപാട് ഭക്ഷണമൊന്നും കഴിക്കുകയൊന്നുമില്ല, ആവശ്യത്തിനുള്ള ഫുഡ് കഴിക്കുക. ഈ ഒരു സ്ട്രക്ചറായിരിക്കും എപ്പോഴും ബോഡി. അത് ഹണ്ടിങ് എത്ര ഫീഡ് ചെയ്താലും അങ്ങനെ അധികം കഴിക്കില്ല. ഈ ഹണ്ടിങ് പർപ്പസ് മീറ്റ് ചെയ്യാനുള്ള ആ ബോഡി സ്ട്രക്ചറാണ് ഇവരുടെ. പിന്നെ അനാവശ്യമായിട്ട് ബഹളം വെച്ച് കുരക്കൽ, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല. ഇവനിപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ ഒരു 5 ഇയേഴ്സ് ഏജ് ഉണ്ട്. ഇത് കൂടാണ്ട് വേറെ സലൂക്കീസ് എൻ്റെ അടുത്തുണ്ട്. ഫുഡിങ് ചിക്കനും റൈസും ഫിഷ്, റൈസ് അങ്ങനെ ആണ് ഫീഡ് ചെയ്യണത്. പിന്നെ ഇവരുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുക്ക് ചെയ്തൊക്കെ ഉള്ള ഫുഡാണ് കൊടുക്കണമെങ്കിൽ ഒരു 12 to 15 ഇയേഴ്സ് ആണ് പറയണത്. അഡൽട്ട് ആയിക്കഴിഞ്ഞാൽ ഡെയിലി വൺസ് ആണ് ഫീഡിങ്. പപ്പീസ് ടൈമിൽ 4 times ഫീഡ് ചെയ്യും. ഇപ്പോൾ ആൾക്ക് നൈറ്റ് മാത്രമേ ഞാൻ ഫീഡ് ചെയ്യാറുള്ളൂ. ആ ഒരു 1 time ഫീഡിങ് മാത്രം ഇനഫാണ് ആൾക്ക്. ഒരുപാട് ഫുഡ് കഴിക്കുന്ന ഒരു കൂട്ടത്തിലല്ല. പിന്നെ ലെസ് മെയിൻ്റനൻസ് ആണ്. വീക്ക്ലി വൺസ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി ഹെയർ. ഞാനിവിടെ അഴിച്ചു വിട്ടേക്കാണ്. ഇവിടെ സ്ഥലമുണ്ട്. അപ്പോൾ മണ്ണിൽ കിടന്നുള്ള കൊള്ളി, ബാത്തും ഒക്കെ ആയിട്ട് ആൾ അങ്ങനെയാണ്. അല്ലാണ്ട് കുളിപ്പിക്കൽ മന്ത്ലി വൺസ് ഒക്കെ ഉള്ളൂ ആവശ്യം. ഞാൻ വേറെ ബ്രീഡ്സൊക്കെ വളർത്തിയിട്ടുണ്ട് നേരത്തെ. അതേപോലെയല്ല, മറ്റുള്ള ബ്രീഡ്സ് പോലെയല്ല, അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇതിനങ്ങനെ വരാറില്ല. ഇപ്പോൾ ഇയാൾക്കാണെങ്കിൽ ഇപ്പോൾ 5 ഇയേഴ്സായി. പിന്നെ വേറെ 2 ഉള്ളത് 4 ഇയേഴ്സ് ഏജുള്ള മെയില് ഫീമെയിൽ വേറെ ലൈൻസിലുണ്ട് എൻ്റെ അടുത്ത്. ഇന്ന് വരെ ഹോസ്പിറ്റലിൽ വെറ്റിനറി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് മീറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. റാബീസിൻ്റെ ഇഞ്ചക്ഷൻ ഇയർലി റിന്യൂ ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ അസുഖങ്ങളില്ല. ആക്ച്വലി മെയിൻ്റനൻസ് ഫ്രീയാണ്. കൂടുതലും ഇപ്പോൾ ഓണറായിട്ടാണ് കുറച്ച് അറ്റാച്ച്മെൻറ്റ് കൂടുതൽ. സ്ട്രേഞ്ചേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആൾ അടുക്കുന്ന ടൈപ്പല്ല. എങ്കിൽ അങ്ങനെ അറ്റാക്കിംഗ് മോഡിലേക്ക് പോണ ഒരു ടൈപ്പും അല്ല. അങ്ങനെയാണ് വളർത്തിയേക്കണത്. ഇതിനെ ഒരു ഫ്രണ്ട്ലി മോഡലാണ് വളർത്തിയേക്കണത്. ഞാൻ എപ്പോഴും ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്ന ആളാണ്. കോമൺ ആയിട്ട് കാണുന്നതൊന്നും എല്ലാവരും കാണുന്ന ഒരു ഇതിനേക്കാളും ഒന്നും മാറ്റി ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഡോഗ്സിന് ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് നാളിങ്ങനെ തപ്പി നടന്ന് ഹണ്ടിങ് ഡോഗ്സിനോട് കുറച്ച് ക്രേസ് കൂടുതലാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഈ സലൂക്കിനെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ സലൂക്കി ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു ക്വാളിറ്റി മെയിൽ പപ്പീനെ കിട്ടിയത് കോയമ്പത്തൂരിൽ നിന്നാണ്. ഇതിൻ്റെ പാരൻസ് ഇമ്പോർട്ട് പാരൻസ് ആണ്. അപ്പം KCI സർട്ടിഫിക്കേഷനുള്ള ഡോഗാണ്. അങ്ങനെ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്നു. ആൾ വന്ന് ആളുടെ ക്യാരക്ടർ ഇതെല്ലാം ഇഷ്ടപ്പെട്ട് അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ ബാക്കിയുള്ള എൻ്റെ കയ്യിൽ ബ്രീഡ് ഉണ്ടായിരുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ സലൂക്കീസാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ഞാൻ സലൂക്കി നോക്കിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ളത് എനിക്ക് ഇവിടെ ഒന്നും കിട്ടുന്നില്ല. ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഒരു മെയിലും ഒരു ഫീമെയിൽ. ഇതിന് കളർ വേരിയൻറ്റ് വേറെ ഉണ്ട്. ഇത് വൈറ്റ് ഉണ്ട്, ബ്ലാക്ക്, ടാന്, അങ്ങനെ ക്രീമുണ്ട്, റെഡ് ഉണ്ട്. പിന്നെ എൻ്റെ അടുത്തുള്ളത് ഒരു മെയിലും ഒരു ഫീമെയിൽ വേറെ ഉണ്ട് റെഡ് കളറിലെ. അത് 3 സലൂക്കീസും 3 ഡിഫറെൻറ്റ് ലൈൻസാണ്. ഇതിൻ്റെ സ്റ്റഡിങ്ങിന് വരാറുണ്ട്. ഈ എറണാകുളത്തു നിന്ന് കുറവാണ്. കോയമ്പത്തൂർ, തമിഴ്നാട് നിന്നൊക്കെയാണ് സ്റ്റഡിങ് പർപ്പസിന് വരുന്നത് ഫീമെയിൽസ്. ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ടും ഇപ്പം എനിക്ക് 3 കുട്ടികളുണ്ട്. 3 പെൺകുട്ടികളാണ്. അവരൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ലി ആണ്. അതിനകത്ത് ഏറ്റവും ചെറിയ ആൾ 2 വയസ്സേ ഉള്ളൂ. ആൾക്ക് വരെ ഹാൻഡിൽ ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല. ആളിത്ര ഉള്ളെങ്കിലും, ഡോഗിൻ്റെ അത്ര ഉള്ളെങ്കിലും ആളുടെ മേത്തേക്ക് ചാടിക്കയറുക,
അങ്ങനെയുള്ള യാതൊരു ഇതുമില്ല. പൊതുവേ ഇവർ നല്ലൊരു ഇൻ്റലിജൻറ്റ് ഡോഗാണ്, സൈലൻറ്റ് ക്യാരക്ടറുമാണ്. ഇൻഡോറും വളർത്തുന്ന ആൾക്കാരുണ്ട്. വീക്ക്ലി വൺസ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അധികം ഫെദറുള്ള ടൈപ്പല്ല, ഹെയർ അധികം ഇല്ലാത്തതായതുകൊണ്ട് അങ്ങനെ വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഇൻഡോറും വളർത്തുന്നുണ്ട്. പക്ഷേ ഇവർക്ക് അത്യാവശ്യം എക്സർസൈസ് വേണ്ട ഒരു ബ്രീഡാണ്. ഹണ്ടിങ് ഡോഗ്, സൈറ്റ് ഹൗൺസ് ആയതുകൊണ്ട്. അപ്പം ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ വളർത്തുകയാണെങ്കിൽ ഇവരെ നടത്താൻ, വാക്ക് ചെയ്യാൻ കൊണ്ടുപോവുക, അങ്ങനെ ഒരു എക്സർസൈസ് കൊടുക്കണം. ഇവർ സ്നേക്ക്, പിന്നെ അതേപോലെ റാറ്റ്, ക്യാറ്റ്സ്, ഇവരെയൊക്കെ അങ്ങനെ അടുപ്പിക്കത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ബാക്കിലായിട്ട് കുറേ പറമ്പുണ്ട്. അപ്പം സ്നേക്കിൻ്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ഒരു ദിവസം നൈറ്റ് ഞാൻ ഇതേപോലെ ഫീഡ് ചെയ്യാൻ വരുമ്പോൾ ആൾ എന്നെ അങ്ങോട്ട് പോകാൻ സമ്മതിക്കണുണ്ടായിരുന്നില്ല, വന്ന് ബ്ലോക്ക് ചെയ്യുമായിരുന്നു കുറച്ചിട്ട്. എന്താണെന്നുള്ളത് മനസ്സിലായില്ല. പക്ഷേ അപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നില്ലെങ്കിൽ എലിയായിരിക്കും. അങ്ങനെ ഇവർ അലേർട്ട് തരും നമുക്ക്. അങ്ങനെ ഞാൻ ടോർച്ചൊക്കെ ആയിട്ട് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സ്നേക്കിൻ്റെ ഒരു കുട്ടിയായിരുന്നു. അത് കൊന്നിട്ടേക്കണായിരുന്നു, ആൾ കൊന്നേക്കണേയാണ്. അങ്ങനെ സ്നേക്സിനെ ഇവർ വിടാറില്ല അങ്ങനെ പൊതുവേ. അതേപോലെ എലി, ഇതിനെയും ഒന്നും അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ അത് ക്യാച്ച് ചെയ്യും. എൻ്റെ അടുത്ത് ഇപ്പോൾ ഫസ്റ്റ് ലിറ്റർ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ കൊടുത്തത് 30,000 ആ പ്രൈസിലാണ് കൊടുത്തത്. KCI സർട്ടിഫൈഡ് ആണ്, പപ്പീസിനും ഉണ്ട് സർട്ടിഫിക്കറ്റ്. ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ നല്ല പ്രൈസ് വന്നു. പക്ഷേ ഞാനിപ്പോൾ പപ്പീസ്, ഞാനൊരു വലിയ ബ്രീഡറൊന്നുമല്ല, ഒരു ഹോബിക്ക് വേണ്ടി വളർത്തണതാണ്. അപ്പോൾ ആ ഒരു പ്രൈസിൽ നല്ലപോലെ വളർത്തുന്ന ആൾക്കാർക്കാണ് കൊടുത്തേക്കണത്. ഇതിൻ്റെ പപ്പിയാണിത്, മദർ. ഇത് അതിൻ്റെ കുട്ടി. ഇപ്പോൾ 3.5 മാസമായി. ഇത് ഒരു ഫീമെയിൽ പപ്പിയാണുള്ളത്. ബാക്കി ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പപ്പീസ് പല സ്ഥലങ്ങളിലേക്കായിട്ട് പോയി. ഫാം ഹൗസിലേക്കൊക്കെയാണ് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുക. ഒരുപാട് സ്ഥലം, അതേപോലെ കാട്ടുപന്നി, ഇതിൻ്റെയൊക്കെ ശല്യമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയാണ് ഇവരെ കൂടുതൽ പ്രിഫർ ചെയ്യുക. ഇവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ളവരാണ് ആക്ച്വലി, അതിനോട് താല്പര്യമുള്ളവർ മാത്രം ഇതിൻ്റെ പുറകെ പോവുക. അല്ലാതെ ഒരു ഭംഗിക്ക് കാണുമ്പോൾ പെട്ടെന്ന് അതിനോടൊരു ഇഷ്ടം തോന്നി അതിനെ പർച്ചേസ് ചെയ്ത് പിന്നെ അതിൻ്റെ നോക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഉപേക്ഷിക്കുക എന്നൊക്കെയുള്ളൊരു, അതിന് പോകാതിരിക്കുക. അതാണ് എൻ്റെ ഒരു സജഷൻ.